അപ്പം നമ്മൾ നെന്മാറ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. അങ്ങറ്റം പച്ച കളറിലുള്ള പാടം, ഇവിടെ മുഴുവൻ സ്വർണ്ണ കളറിലുള്ള പാടം. ഇതിൻ്റെ അക്കരെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, നടുക്കൊരു കിണർ. വളരെ മനോഹരമായൊരു പാടം, കൊയ്ത്തിന് പാകമായി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുവഴി ഒരു നടവഴിയൊക്കെ ഉണ്ട്, അതിൻ്റെ നടുക്കോട്ട് പോകാൻ പറ്റും. പക്ഷേ ഞാൻ ഇറങ്ങുന്നില്ല, കാരണം എനിക്ക് നെന്മാറ എത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാടശേഖരങ്ങൾ, പാലക്കാടിൻ്റെ മനോഹാരിത കണ്ട് പോവുകയാണ്. ഇതാ എൻ്റെ മുമ്പിൽ തന്നെ ഒരു കരിമ്പന നിൽക്കുന്നതാണ്. പാലക്കാടിൻ്റെ ചിത്രം എല്ലാവരുടെയും മനസ്സിൽ വരുമ്പോൾ തന്നെ കരിമ്പനക്കൂട്ടങ്ങളാണ്. തെങ്ങും കരിമ്പനയും. അതുവഴി ഒരു വലിയ നായ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളിലൂടെ ഇന്ന് യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. നെന്മാറയാണ്, വല്ലങ്കി വേല നടക്കുന്ന നെന്മാറയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് നെന്മാറയ്ക്ക് പോവാം. ഈ ഒരു 5-6 കിലോമീറ്റർ കൂടെ ഉള്ളൂ. രാവിലെ കൊല്ലങ്കോട് നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ശരി, നെന്മാറ അമ്പലമൊക്കെ കാണാൻ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. വീണ്ടും മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളി പാടശേഖരം, നീലാകാശം, തെങ്ങുംതോപ്പ്. പാലക്കാടിൻ്റെ ആ മനോഹാരിത മുഴുവൻ ഇവിടെയുണ്ട്. അത് കാണാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വണ്ടി നിർത്തിയത്. തെങ്ങുംതോപ്പിൻ്റെ നടുവിൽ നെൽപ്പാടം, കരപ്പാടമാണ്. പിന്നെ അടിപൊളിയാണ് നോക്കി. അതുപോലെ തന്നെ അത് പന, അതിൻ്റെ നടുവിലൂടെയുള്ള കുറേ വെടിക്കെട്ട് സംഭവമില്ല. പാലക്കാടിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു വൈബാണ് ഇവിടെ കിട്ടുന്നത്. നോക്കിയേ, നെൽപ്പാടത്തിൻ്റെ കൊക്കുകളിരിക്കുന്നതാണ്ടോ, നിരന്നിരിക്കുകയാണ് കൊക്കുകൾ. ഇടയ്ക്ക് കമ്പ് കുത്തിയിട്ടുണ്ട്, ഇത് കിളികളൊക്കെ വന്ന് നെല്ല് തിന്നാതിരിക്കാം. പക്ഷേ അതിൻ്റെ ഇടയിൽ മുഴുവൻ കൊക്കുകളാണ് ഇരിക്കുന്നത്. ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ബിഗ് സ്ക്രീനിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു പാലക്കാട് ഈ ഭാഗത്ത് വന്നപ്പോഴത്തേന് എനിക്ക് കാണാൻ പറ്റി. തെങ്ങും തോപ്പും വയലും ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ അതിരിടുന്ന കരിമ്പനക്കൂട്ടങ്ങൾ ഭയങ്കരം തന്നെ. നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ഒരു സീനാണ് ഈ കിട്ടിയിരിക്കുന്നത്. നെന്മാറ ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറമാണ്. അതിന് മുമ്പിലായിട്ട് നമുക്ക് ഒരു അമ്പലം കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ മലയുടെ മുകളിലേക്ക് കയറി വന്നതാണ്. കയറി വന്നപ്പോൾ എൻ്റെ ദൈവമേ, കാണണം, ഈ പാലക്കാടിൻ്റെ ഫുൾ സൗന്ദര്യവും ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നോക്കിക്കേ, തെങ്ങും തോപ്പുകൾ, വയലുകൾ, പിന്നെ ഗ്രാമങ്ങളുടെ സെൻറ്ററിൽ ഓരോരോ, വയലുകളുടെ സെൻറ്ററിൽ ഓരോരോ ചെറിയ ചെറിയ വീടുകൾ, അതുപോലെ തന്നെ വനമേഖല, മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ, അത് കഴിഞ്ഞ് കൃഷിസ്ഥലങ്ങൾ, അങ്ങനെ മലനിരകൾ. നോക്കിയേ, ഞാൻ ഇന്നലെ വന്നത് ആ മലനിരകളുടെ അടിയിൽ നിന്നാണ്. ആ ഭാഗം മുഴുവൻ വയലുകളാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇത് സൂര്യൻ ഉദിച്ച് നമ്മുടെ തലയുടെ മുകളിലോട്ട് വരുന്നുണ്ട്. അപ്പം തന്നെ ഇതാ ഇവിടെ അമ്പലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭായിമാരാണ് പണിയുന്നത്, ആസാംകാരാണ് അവർ. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ അമ്പല കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തിയെ കണ്ടു. അരുൺ സ്മോക്കിയുടെ എന്ന യൂട്യൂബർ നമ്മളെക്കുറിച്ചിട്ട വീഡിയോ കണ്ട ആളാണ്. അതുപോലെ തന്നെ വരുന്ന വഴിയിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഇവിടുത്തെ MLA കാണാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതൊരു വലിയ സംഭവമായി പോയി. ഇവിടെ അടുത്ത് ഉള്ള പ്രദേശത്തുള്ള ആൾ തന്നെയാണ് MLA. ഈ പ്രദേശത്ത് ഞാൻ വന്ന വഴിക്ക് തന്നെ ഉള്ള ആളാണ് MLA. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റി. അങ്ങനെ ഇന്ന് ഏതൊക്കെയാലും വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരു ദിവസമാണ്.
മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് നല്ലൊരു മൂഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. രാവിലെ തന്നെ ഒരുപാട് പേര് പരിചയപ്പെടാനൊക്കെ വന്നു. അപ്പോൾ അടുത്ത കാഴ്ചകൾ കണ്ടോ. ഞാൻ ഈ മലയുടെ വേറൊരു സൈഡിലോട്ട് വന്നതാണ്. അപ്പോൾ ആ സൈഡിൽ നിന്നുള്ള കാഴ്ച കണ്ടോ. അങ്ങ് അകലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വീടിൻ്റെ ഒരു മേൽക്കൂര. അവിടെ നിന്നാണ് ഞാൻ ഈ മല കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ നേരെ വന്ന് ആ കാണുന്ന വഴിയിലൂടെ, മുമ്പിലുള്ള വഴിയിലൂടെ ഇങ്ങോട്ട് കയറി പോകുന്നതാണ്. നെന്മാറ ആ ഭാഗമാണ് നെന്മാറ. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങ് വന്നു കഴിയുമ്പോൾ ഇത് കണ്ടോ, അമ്പലത്തിന് ചുറ്റി നമ്മളിങ്ങ് വരണം. അമ്പലത്തിൻ്റെ 4 വശത്തും ഇത് മതിലൊക്കെ കെട്ടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചുറ്റുമതിലൊക്കെ കെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആൽത്തറയുണ്ട്, അവിടെയും പ്രതിഷ്ഠകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതായിരുന്നു പഴയ അമ്പലം. ചെറിയൊരു അമ്പലമാണ്, അത് പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല പുതിയ ഇതായിട്ട്. ഇതാണ് ആ പഴയ അമ്പലം സ്ഥിതി ചെയ്തിരുന്നത്. ആ അമ്പലം പുനഃപ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നടത്താനുള്ള പരിപാടിയിലാണ്. അപ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ, ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു നെന്മാറയുടെ മറ്റൊരു ഭാഗം, അതായത് കൊല്ലങ്കോട് ഭാഗവും നമുക്ക് നെന്മാറ ഭാഗവും ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിന്നുള്ള കാഴ്ച തെങ്ങും തോപ്പുകളാണ്, മൊത്തം തെങ്ങും തോപ്പുകൾ. ശരിക്കും ഗ്രാമം എന്ന് പറയുന്നത് ഇതാണ്. ഇടയ്ക്കുള്ള ആ കോൺക്രീറ്റ് വീടുകൾ ഒഴികെ ബാക്കിയെല്ലാം നോക്കിയാൽ ഓടിട്ട വീടുകൾ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അതാണ് പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത തന്നെ. അപ്പോൾ പാലക്കാട്ടിലെ ഈ സ്ഥലത്ത്, ഈ നെന്മാറയ്ക്ക് വരുന്ന വഴിയിലുള്ള ഈ സ്ഥലത്ത് നിന്ന് നമുക്കിത് കാണാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമാണ്. കാരണം ഞാൻ ആ വഴിയിൽ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി, അവിടെ പാടം ഇതായിട്ട് നെല്ല് കൊയ്യാൻ പരുവത്തി കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി നോക്കുമ്പോഴാണ് ഈ മല കാണുന്നതും ഈ അമ്പലം കാണുന്നതും. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങളും വന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നെന്മാറയ്ക്ക് പോകുന്ന വഴി, കൊല്ലങ്കോട് നിന്ന് നെന്മാറയ്ക്ക് പോകുന്ന വഴി, നെന്മാറയിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ പുറകിലായിട്ട് വലത്തോട്ടുള്ള വഴിയിലാണ് ഈ കുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. പാറയാണ്, കരിമ്പാറ. ആ പാറയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഒരു ആൽമരമുണ്ട്, ഒന്നല്ല 3-4 ആൽമരമുണ്ട്. അതിലൊന്ന് കുറച്ച് വലുതാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്കൊരു നെന്മാറയും കൊല്ലങ്കോടും അടുത്തുള്ള പ്രദേശങ്ങൾ മുഴുവൻ അടിപൊളിയായിട്ട് കാണാം. മറ്റു മലകളുടെ മുകളിൽ നിന്നാൽ ഈ ഒരു കാഴ്ച കിട്ടില്ല. അതൊക്കെ നമ്മുടെ ഇത് വെസ്റ്റേൺ ഗാർഡ്സാണ്, പശ്ചിമഘട്ട മലനിരകളാണ് ആ പോകുന്നതെല്ലാം. അതിൻ്റെ അപ്പുറം തമിഴ്നാട് മറ്റുമാണ്, മറ്റ് ജില്ലകളാണ്. അവിടെയൊക്കെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി ഇന്നലെ പോയതാണ്. പക്ഷേ ഈ കാഴ്ച നമുക്ക് കിട്ടണേൽ ഈ അമ്പലത്തിൻ്റെ മുകളിൽ തന്നെ വരണം. അതൊരു കാഴ്ച തന്നെ. അത് തൊട്ടടുത്താണ്. ആ നെന്മാറ ഹൈവേയിൽ നിന്ന് ഒരു കൂടിപ്പോയ ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ ഉള്ളിലോട്ട്. നിങ്ങൾക്ക് അവിടെ നിന്നാൽ കാണാം ഈ പ്രദേശം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ നോക്ക് എന്നതല്ലേ. അപ്പോൾ ശരി, പൊളി മക്കളെ. 39 അംഗ ക്ഷേത്ര കമ്മിറ്റിയാണ് ഞങ്ങൾ ഈ ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ കമ്മിറ്റി എടുത്തിട്ടുള്ളത്. അതിലെ 3 പേരാണ്. ഇദ്ദേഹം പ്രദീപ്, ഞാൻ മനോജ്, ഇദ്ദേഹം ജയൻ. ഞങ്ങൾ 3 പേരാണ് ഇന്നത്തെ ഈ പണിയുടെ മേൽനോട്ടവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കാലത്ത് വന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജോപ്പൻ സാറ് ഇങ്ങനെ കാശ്മീരിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ അദ്ദേഹം കണ്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മലയിൽ കയറി വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായി. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നമസ്തേ.
സൂര്യാസ്തമയമാണ് ഇവിടുന്ന് കാണാൻ പറ്റുക. അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. വൈകുന്നേരങ്ങളിൽ ആളുകൾ വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല കാറ്റും നല്ല കാഴ്ചകളും നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. കുട്ടികളൊക്കെ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുന്ന കളിക്കുന്നതൊക്കെയാണ്. സൂര്യനിറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണിത്. അൽത്തറയുടെ ചുവട്ടിലാണേലും ആളുകളൊക്കെ വന്ന് വിശ്രമിക്കുന്ന സമയമാണിത്. അവരുടെ എല്ലാ ദിവസത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് അവർ വന്ന് വിശ്രമിക്കുന്ന സ്ഥലം. ഈ അമ്പലത്തോടനുബന്ധിച്ചാണ് ഇവിടെയുള്ള എല്ലാവരുടെയും ഭക്തി കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഒരു മലയുടെ മുകളിൽ ഒരു അമ്പലത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം സാധനങ്ങളൊക്കെ താഴെ നിന്ന് കൊണ്ടുവരാൻ വഴിയൊന്നുമില്ല. ചെറിയ കരിങ്കല്ലിൻ്റെ ഇടയിൽ കൂടെയുള്ള വഴി സാധനങ്ങൾ മുകളിൽ എത്തിച്ചാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ പണികൾ പുരോഗമിക്കത്തുള്ളൂ. അതിനാവശ്യമായുള്ള സാമഗ്രികളെ കഴിഞ്ഞും പൈസയാവും താഴെ നിന്ന് സാധനങ്ങൾ മുകളിലെത്തിക്കാൻ. ട്രാക്ടറൊക്കെ ഉപയോഗിച്ചാണ് അവർ മുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. തീർത്ഥാടകരായിട്ടോ വിനോദസഞ്ചാരികളായിട്ടോ പാലക്കാടേക്ക് വരുന്നവർക്ക് ഈ പ്രദേശത്ത് വന്ന് ഈ പ്രദേശത്തിൻ്റെ മൊത്തം കാഴ്ചകൾ ഒരേ ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന പ്രദേശം. അതുപോലെ തന്നെ ഈ അമ്പലത്തോട് അനുബന്ധിച്ചാണ് പല സിനിമകളുടെ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന അടുത്ത ഒരു മലയുണ്ട്, അവിടെയാണ് കുഞ്ഞിരാമായണം സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആസിഫ് അലി നായകനായിട്ടുള്ള ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി. കുട്ടികളൊക്കെ ഇവിടെ കുഞ്ഞിനെയായിട്ട് നടക്കുകയാണ്. കുഞ്ഞി അടുത്ത ആഴ്ച തിങ്കളാഴ്ച ബുധനാഴ്ചയൊക്കെ ആയിട്ട്. അപ്പോൾ വന്ന് നമ്മൾ നെന്മാറയിൽ എത്തിയിട്ടുണ്ട്. നെന്മാറ വേല നടക്കുന്ന ആ ഒരു പാടശേഖരമാണിത്. ഈ പാടശേഖരത്താണ് നെന്മാറ വല്ലങ്കി വേല നടക്കുന്നത്. അപ്പോൾ ഇരുകരക്കാർ വന്ന് ഇവിടെയാണ് അവരുടെ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമാണിത്. ഇതാണ് ആ ക്ഷേത്രക്കുളമാണ് ഫ്രണ്ടിൽ കാണുന്നത്. വളരെ വിശാലമായൊരു ക്ഷേത്രക്കുളമാണ്. തൊട്ട് താഴെ പാടശേഖരം കാണാം. അപ്പോൾ മുമ്പോട്ട് പോയാൽ നമുക്ക് ഈ ഭാഗത്തെല്ലാം പാടശേഖരവും മലയുമൊക്കെയാണ് കാണാൻ പറ്റുക. ഇതിനോട് ചേർന്ന് തന്നെ വലിയൊരു മല സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ മറ്റൊരു ഭാഗത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. നെന്മാറ വേല നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ട്രാക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലത്തെ പാടശേഖരത്തോടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇതുണ്ട്, പാടശേഖരം പകുതി വിളവായും അല്ലാതെയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ഈ വിളവെടുപ്പ് കഴിയുമ്പോഴാണ് നെന്മാറയിലെ ആ വലിയ ഉത്സവം നടക്കുന്നത്. ഈ കൃഷി തീരുന്നതോടുകൂടി ഉത്സവകാലം ആരംഭിക്കും. അപ്പോഴത്തെ രണ്ട് ദേശക്കാർ തമ്മിലുള്ള മത്സരമാണത്. നെന്മാറ വല്ലങ്കി വേല. ഈ സൈഡിൽ നോക്കിക്കേ, പാടശേഖരം ഇങ്ങനെ കിടക്കുന്നതുണ്ടോ. ഇവിടെ മുഴുവൻ ജനസമുദ്രമായിരിക്കും. ഏറ്റവും വലിയ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് നടക്കുന്നത്. അപ്പോഴത്തെ നെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ പരിസരം വളരെ മനോഹരമാണ്.
അപ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇനി പാലക്കാടിൻ്റെ മറ്റൊരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്.